എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്തവർ. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്തിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതേകൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈ വ്യൂ അബൌട്ട് ദ ബ്യൂട്ടി, ബേസിക്കലി ഭംഗി എന്ന് പറയും. ബേസിക്കലി ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരികയാണ് നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് സെക്സ്. ഇപ്പോൾ എൻ്റെ കാര്യം വരികയെന്നുണ്ടെങ്കിൽ വുമൻസ് എന്ന ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗേൾസ് അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭംഗി എന്ന ലെവലിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ കൂടുതൽ ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഭംഗി എന്ന വാക്കുകൾ ഒരുപാട് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഇങ്ങനെ കളർ എൻ്റെ പോലത്തെ നെഗറ്റീവ് കമൻസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്, കറുപ്പ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ചെറുപ്പത്തിലുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേളെ മാരി ചെയ്യണം അല്ലെങ്കിൽ ലവ് ചെയ്യണം. എന്നിട്ട് അന്നത്തെ ഈ നമ്മൾ കളിയാക്കി വരുന്ന ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പോകണം എന്നുള്ള ചെറുപ്പത്തിലുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബ്യൂട്ടി അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരുന്നു. ഓവർ ടൈം ഐ എം ഗ്രോയിങ് ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഇയർ ഈസ് പാസിങ്. ഞാൻ ഓരോ ഏജിലും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ ഒരു കൺസെപ്റ്റാണ്, നമ്മുടെ ഈ തമന്ന ബ്യൂട്ടി ആണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുക, തമന്ന ബ്യൂട്ടി എന്ന ലെവലിൽ. അപ്പോൾ ചെറുപ്പത്തിലെ ആഗ്രഹം അങ്ങനെയായിരുന്നു. ബട്ട് ഓവർ എ ടൈം ഐ എം ഗ്രോയിങ്, മൈ കൺസെപ്റ്റ് ബിക്കം ചേഞ്ചിങ്, അല്ലേ? നമ്മുടെ തോട്ട്സ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ ഐ റിയലൈസ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഒരു കാര്യമല്ല എന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് സം കൈൻഡ് ഓഫ് കളർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് സം കൈൻഡ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഇതല്ല ബ്യൂട്ടി എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത് ഒരു പ്രായത്തിലാവും. മേ ബി ഒരു 25-26 ശേഷം ഐ റിയലൈസ് ദിസ് ഈസ് നോട്ട് അറ്റ് ആൾ ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഗേൾസാണ് ശരി, ഒരു ടൈപ്പ് പീപ്പിൾസ് ബ്യൂട്ടിഫുൾ ആണെന്ന് ഫീൽ ചെയ്ത് അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യണം, അവരോട് ടോക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ. ബേസിക്കലി ആൺകുട്ടികൾക്ക് അങ്ങനെയുണ്ട്, ടു സ്പെൻഡിങ് ടൈം വിത്ത് ദ പീപ്പിൾ ദം ഫീലിംഗ് ബ്യൂട്ടി. അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും അവരോടൊപ്പം അല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ലവറാണെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ ഒരു സ്റ്റാറ്റസ് പോലെ അവർ ഫീൽ ചെയ്യും. ഓക്കെ, ബേസിക്കലി ബ്യൂട്ടിയാണ്, അതായത് സൊസൈറ്റിക്ക് ഒരു പേഴ്സൺ ബ്യൂട്ടിയാണ്, സൊസൈറ്റിക്ക് ഒരു പേഴ്സൺ അൺബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ബ്യൂട്ടിഫുള്ളായി ഫീൽ ചെയ്യപ്പെടുന്ന വ്യക്തിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ ലവറാണ് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇഷ്യൂ നമുക്കവിടെ അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയും ഭംഗിയുള്ള ആളെ വീഴ്ത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഭംഗിയുള്ള ആൾ നമ്മുടെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പ്രായം വരെ നമുക്കൊരു വലിയ പ്രിവിലേജ് പോലെ കൊണ്ടുവന്ന് നടക്കുന്ന ഒരു പീപ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കും അതൊരു ടൈപ്പ് പോലെ ഒരു മൈൻഡ്സ് ഉണ്ടായിരുന്നു. യു ഹാവ് ടു ബി എന്താ പറയുക, നമ്മൾ ഫ്രണ്ടായിട്ടുള്ള പീപ്പിൾ അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ മാരേജ് ചെയ്യണം വ്യക്തി, യു ഹാവ് ടു ബി ലൈക്ക് ദിസ് എന്ന ലെവലിൽ. അങ്ങനെ നമുക്കപ്പോൾ ഒരു ഇതുണ്ട്, ഒരു അപ്പോൾ പക്ഷേ ആഫ്റ്റർ സം ഏജ്, മേ ബി ആഫ്റ്റർ സം 25-26 ഏജ് ആവുന്ന സമയത്ത് ടോട്ടലി അതിലൊരു ഡിലീഷൻ നടക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്ക് ബ്യൂട്ടി പറഞ്ഞാൽ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല. ഓക്കെ, ഒരു ഫിസിക്കൽ അപ്പിയറൻസുള്ള ഒരു വ്യക്തിയിലേക്ക് എനിക്ക് അട്രാക്ഷൻ ഒന്നും വരാറില്ല. കാരണം മേ ബി ലിറ്റ് ബിറ്റ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ വേർഷൻ നമ്മളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല. മേ ബി ഒരു 90%, 80% ഒക്കെ ഡിലീറ്റ് ആയി കഴിഞ്ഞു അങ്ങനത്തെ തോട്ട്. പക്ഷേ ഇപ്പോൾ ഒരു 20%, 10% സ്റ്റിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും എന്നല്ലാതെ എൻ്റെ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു. കാരണം ബ്യൂട്ടി എന്നത് ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ഈ കളറുള്ളത് ബ്യൂട്ടിയാണ്, ഈ ശരീരമുള്ള ആൾ ബ്യൂട്ടിയാണ്, അങ്ങനെയുള്ള കൺസെപ്റ്റേ എനിക്കിപ്പോൾ ഇല്ല. ഓക്കെ, കാരണം എന്നോട് പലരും വന്നിട്ട് ഒരാളെക്കുറിച്ച് അവർ ഭംഗിയുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി ഇല്ല. കാരണം എൻ്റെ ബ്യൂട്ടി കൺസെപ്റ്റ് ഞാൻ മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ആ പേഴ്സൻ്റെ ബ്യൂട്ടി കൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ബേസിക്കലി ആ വ്യക്തിയുടെ ബ്യൂട്ടി കൺസെപ്റ്റ് പറഞ്ഞാൽ ആ നോർമലായിട്ടുള്ള സാധനം തന്നെ ആയിരിക്കും. കാരണം വെളുത്തിരിക്കണം, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, ആ ഉയരം, ആ തടി, ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും. എനിക്ക് ആ കൺസെപ്റ്റ് ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു. കാരണം എൻ്റെ ബ്യൂട്ടി കൺസെപ്റ്റിൽ അതില്ല. എന്നെ സംബന്ധിച്ചോളം ബ്യൂട്ടി എന്നത് കുറച്ച് കൺസെപ്റ്റ് ഇപ്പോഴും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് വാട്ട് ഈസ് ബ്യൂട്ടി, ഇതല്ല ബ്യൂട്ടി എന്നത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ബ്യൂട്ടി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ ഞാൻ സെർച്ച് ചെയ്യണം. ഞാൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഇതായിരിക്കാം എന്നൊരു തോന്നലുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരിക്കൽ മോഹൻലാലിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആരാധിക ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കാൻ കഴിയുന്നത് ചോദിച്ചു. ഓക്കെ, എത്രയും ഭംഗിയുള്ള എങ്ങനെയാണ് ഞങ്ങളെ ഇത്രയും ബ്യൂട്ടിഫുള്ളായി തോന്നിയപ്പോൾ മോഹൻലാൽ കൊടുത്ത മറുപടിയാണ്,
ബ്യൂട്ടി എനിക്കല്ല നിങ്ങളുടെ കണ്ണുകൾക്കാണെന്നാണ്. കാരണം നിങ്ങൾ ആ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് ബ്യൂട്ടി ഉള്ളത് പോലെ ഫീൽ ചെയ്യണം. അപ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്നത് എനിക്കുള്ള ഒരിതല്ല, അത് നിങ്ങളുടെ കണ്ണുകളിലാണ് ബ്യൂട്ടി. അപ്പോൾ അതിൽ പറയുന്ന ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ കാണുന്ന വേൾഡിനെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വി ആർ ക്രിയേറ്റിംഗ് വാട്ട് വി സി. നമ്മൾ എന്താണ് കാണുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേൾഡാണ്. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം ബ്യൂട്ടിഫുൾ ആണെന്ന് പറയണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബ്രെയിനിൽ അതാണ് ബ്യൂട്ടി വന്ന് നമ്മൾ കയറ്റി വെച്ചിരിക്കുക. ഓക്കെ, നമ്മളൊരു കാര്യം ബ്യൂട്ടി അല്ല എന്ന് പറയണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അതാ ബ്യൂട്ടി അല്ല എന്ന് കയറ്റി വെച്ചു. അപ്പം നമ്മൾ കാണുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺസാണ്. ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഒരാൾ ബ്യൂട്ടി ആണ് എന്നൊന്നും ഇതാണ്. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ റോക്കി ബൈ KGF ഹീറോ യഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടി ശ്യാം എന്ന് പറഞ്ഞ ഒരു ആങ്കർ അങ്ങനെ പറയാൻ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഈ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം, എൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച്. ഇതൊക്കെ എൻ്റെ ഫാദേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എനിക്ക് തന്നിട്ടുള്ള സാധനമാണ്. എൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, എൻ്റെ എഫേർട്ടിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. കാരണം ഇതൊക്കെ എൻ്റെ പാരൻസിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഇങ്ങനെ എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ശരി, ഇതൊക്കെ എൻ്റെ പാരൻസിൻ്റെ ഇതാണ്. പക്ഷേ എൻ്റെ എഫേർട്ട് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ കൊടുക്കുന്ന എഫേർട്ട് ഇതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് രീതി. കാരണം അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം, ഒരു പർട്ടിക്കുലർ നിറമായിരിക്കാം, പർട്ടിക്കുലർ ഉയരായിരിക്കാം. ഇറ്റ്സ് നോട്ട് ഇൻ ദെയർ ഹാൻഡ് ആൾസോ. ഓക്കെ, അത് അവൻ്റെ കയ്യിലുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഒരു വ്യക്തിയുടെ ബ്യൂട്ടി അയാൾ എന്താണ് നേടിയെടുക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അയാൾ സ്വയം നേടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ എഫേർട്ട് ആ വ്യക്തിയുടെയാണ്. ഒരു വ്യക്തിയുടെ പേഷ്യൻസ്, ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ്, ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്ക്, ഇതെല്ലാം ആ വ്യക്തി സ്വയം നേടുന്നതാണ്. അതൊരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാം. ഈവൻ ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സ് കിട്ടിയാൽ നമുക്ക് ആ വ്യക്തികളോട് അട്രാക്ഷൻ. എനിക്ക് അപ്പോഴും തോന്നാറുണ്ട് ആ ഡ്രസ്സ് ഇപ്പോൾ എന്താ അവൻ്റെ പാരൻസ് വാങ്ങിക്കൊടുത്തത്, അപ്പോഴും ഇറ്റ്സ് നോട്ട് ദെയർ. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി സ്വന്തമായിട്ട് എന്ത് നേടുന്നോ അതിനോടുള്ള അട്രാക്ഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പീപ്പിൾസിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നാറുണ്ട്. അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നതാണ്. ഭയങ്കര എഫേർട്ട് കൊടുക്കുന്ന പീപ്പിൾസ്, ഭയങ്കര പേഷ്യൻസ് ഉള്ള പീപ്പിൾസ്, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള പീപ്പിൾ. അതായത് അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ക്യാരക്ടറാണ് ശരി, ഇതൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അതൊരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കുന്നതല്ല. ഓക്കെ, മേ ബി മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നല്ല, അത് ഒരിക്കലും മറ്റുള്ള. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് നോട്ട് ഇൻ ദെയർ കൺട്രോളൊക്കെ. പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഹൂ ഡിഫൈൻ ദ ബ്യൂട്ടി, ആരാണ് ബ്യൂട്ടി ഡിഫൈൻ ചെയ്യണമെന്നാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ കളറുള്ള വ്യക്തി ബ്യൂട്ടി ആണെന്നും മറ്റൊരു കളറുള്ള വ്യക്തി ബ്യൂട്ടി അല്ല എന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശരിയുള്ള വ്യക്തി ബ്യൂട്ടി ആണെന്നും ഇങ്ങനെ ഒരു ശരിയില്ലാത്തതിൻ്റെ അൺബ്യൂട്ടിഫുൾ ആണെന്നും ആര് ഡിഫൈൻ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയാറില്ല. എന്നെ സംബന്ധിച്ചോളം ബ്യൂട്ടി ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്ന് മാറിക്കഴിഞ്ഞു, ആ ഒരു തോട്ടിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. അട്രാക്റ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളോട് അട്രാക്റ്റ് ആകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് സ്റ്റിൽ ദാറ്റ് 10% വിത്ത് മീ. ഓക്കെ, അപ്പോൾ ആ 10% ഇപ്പോഴും കൂടിയുണ്ട്. ആ 10% ചിലപ്പോൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുമായിരിക്കാം, ചിലപ്പോൾ അത് 10% ഹോൾഡ് ചെയ്ത് നിൽക്കാം. പക്ഷേ എനിക്ക് ബ്യൂട്ടി എന്നതൊരു ഫിസിക്കൽ അപ്പിയറൻസ് മാറിക്കഴിഞ്ഞു. കാരണം ഞാൻ ഒരു തവണ ഒരു ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് കൊറോണ ടൈമായിരുന്നു. ഓക്കെ, കൊറോണ ടൈമിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് പനിയായിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കൊറോണ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ ഭയങ്കര അത്യാവശ്യം നമ്മൾ പറയുന്ന പോലത്തെ ആ ഒരു ബ്യൂട്ടിയാണ്. ഓക്കെ, ഭയങ്കര വെളുത്ത് ആ ഒരു ടൈപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയത്. പക്ഷേ അവർ പെട്ടെന്ന് എൻ്റെ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അത് ഇത് കഴിക്കുക പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു. എൻ്റെ മൈൻഡിൽ ഭയങ്കര ഡൗട്ട് ക്രിയേറ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരുമോ കൊണ്ട് പറഞ്ഞു വിട്ടു. എനിക്ക് ഭയങ്കര അതാണ് കാണാൻ ഭയങ്കര ലഭിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിട്ട് തിരിച്ചു പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും മരുന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ മാറിയിരുന്നു, വേറൊരു ഡോക്ടറുണ്ടായിരുന്നു. ഓക്കെ, ആ ഡോക്ടർ അവനെ ഭയങ്കര തടിച്ചിട്ട് ഒരു ടൈപ്പാണ്, തടിച്ചിട്ട് അത്യാവശ്യം കറുത്തിട്ട് ആ ടൈപ്പാണ്. ആ പേഴ്സൺ അതിൻ്റെ അടുത്തിരുന്നു. ഇങ്ങനെ ആ പേഴ്സൺ എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കൊറോണയാണോ മാഡം ചോദിച്ചപ്പോൾ കൊറോണ നിൻ്റെ മണ്ടക്കിട്ട് ഞാൻ വരും തരും പറഞ്ഞു. ഓക്കെ, അതായത് ആ വ്യക്തി എന്നോട് നീ ഡെയിലി ഫോൺ നോക്കാറുണ്ടോ? അതേ പറഞ്ഞു. നൈറ്റൊക്കെ ഇരുന്ന് നോക്കാറുണ്ട്. ഉണ്ട്. അതാണ് നിൻ്റെ പ്രശ്നം. അപ്പോൾ ആ വ്യക്തി ഒരു പേപ്പറും പേനും എടുത്തും കൊണ്ട് ഇങ്ങനെ എഴുതി ചിത്രം വരയ്ക്കുന്നത്. എടാ, ഇത് നിൻ്റെ കണ്ണ്, ഇത് ഫോൺ, ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടെ നീ ഇങ്ങനെ വെച്ചുകൊണ്ട് റെഗുലറായി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കണ്ണിനത് ഇഷ്യൂ വരും. ഓട്ടോമാറ്റിക്കലി അത് ഒരു നിൻ്റെ തലവേദന അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. ഇതാണ് നിൻ്റെ ഇത് നടക്കുന്നത്, അല്ലാതെ നിനക്ക് കൊറോണ തേങ്ങയൊന്നുമല്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആ പേഴ്സൺ എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ എല്ലാ തരത്തിലുള്ള ഡൗട്ടും ഇല്ലാതാക്കി കഴിഞ്ഞു. അതായത് ഐ ഗെറ്റ് എ ബെറ്റർ സൈഡ് ഇൻ ദാറ്റ് പേഴ്സൺ. ഓക്കെ, ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ബെറ്റർ സൈഡ് ഇൻ ദ പ്രീവിയസ് പേഴ്സൺ. ഓക്കെ, ആ ഫസ്റ്റത്തെ ഡോക്ടറിൽ നിന്ന് എനിക്ക് കിട്ടിയത് വെറും ഡൗട്ടുകൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വ്യക്തിയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മറ്റൊരാൾക്ക് കൊടുക്കുന്ന സർവീസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അവർ ഫിസിക്കൽ അപ്പിയറൻസ്. അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കെന്ത് ഗുണമുള്ളത്? ഓക്കെ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണമുള്ളത്, അല്ലെങ്കിൽ രാജ്യത്തിന് എന്ത് ഗുണമുള്ളത്, ഒരു ഫാമിലിക്ക് എന്താ ഗുണമുള്ളത്, ഒരു ഓർഗനൈസേഷൻ എന്താ ഗുണമുള്ളത്, അല്ലെങ്കിൽ ഈ വേൾഡിന് എന്താ ഗുണമുള്ളത്? നോ ഗുണം. ഓക്കെ, ഒരു വ്യക്തിയുടെ സർവീസ് ബെറ്റർ ആകുമ്പോൾ മാത്രമേ ആ വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും
ഒരു ഗുണം ഉണ്ടാവണം. ആ സർവീസാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നിൽക്കേണ്ടത്. ഓക്കെ, അതാണ് ബ്യൂട്ടി, അതാണ് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ബ്യൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ അട്രാക്ട് ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ബ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ അപ്പിയറൻസിലുള്ള അട്രാക്ഷൻ ഞാൻ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബേസിക്കലി ബിക്കോസ് ഓഫ് എനിക്ക് ആ ഒരു ഇറ്റ്സ് എ ഹ്യൂമൻ തിങ്. ഓക്കെ, വി ഗെറ്റ് അട്രാക്റ്റഡ് ടു കൈൻഡ് ഓഫ് പീപ്പിൾ നമ്മുടെ ബ്രെയിൻ. അപ്പോൾ അതില്ലാതെ ആക്കാതെ തന്നെ ബിഹേവ് ചെയ്യാൻ ഞാൻ എപ്പോഴും രണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പീപ്പിൾ ആണെങ്കിൽ ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത്. ഓക്കെ, ഒരു വ്യക്തിയോട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന പീപ്പിൾ, ഭയങ്കരമായിട്ട് ക്യാരക്ടർ ബെറ്റർ ആയിട്ടുള്ള പീപ്പിൾ, ആറ്റിറ്റ്യൂഡുള്ള പീപ്പിൾ, ഇവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഐ വാണ്ട് ടു ലേൺ ഫ്രം ദം ഹൗ ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ്. അവരതിൻ്റെ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ആക്ട് ചെയ്യണത്, വാട്ട് ഈസ് ദെയർ മൈൻഡ് സെറ്റ്, ഇതൊക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു വ്യക്തി ബ്യൂട്ടിയാണ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് ഞാൻ ആ വ്യക്തിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എനിക്കൊരു എൻ്റെ ടൈം വേസ്റ്റാണ്. ഓക്കെ, ആ വ്യക്തിക്ക് എൻ്റെ സമയം കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസ് എനിക്കൊന്നും തന്നെ ഇവിടെ ഇല്ല. വെൻ സംബഡി ഈസ് ഡൂയിങ് വെൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ക്യാരക്ടർ ആണെന്ന് ഐ വാണ്ട് ടു ലേൺ ഫ്രം ദം. അല്ലെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിൽ ഐ വാണ്ട് ടു ലേൺ ഹൗ ദേ ആർ തിങ്കിങ്, ഹൗ ദേ ആർ ആക്ടിങ്, ഹൗ ദേ ആർ പ്രൊഡ്യൂസിങ് ദെയർ ആക്ഷൻ. ഇതൊക്കെ എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യും. ഫിസിക്കൽ അപ്പിയറൻസ് അവർ അതായത് ആ ഒരു തരത്തിലുള്ള അട്രാക്ഷൻ ഐ ആം റിമൂവ്ഡ് ഫ്രം മൈസെൽഫ് ടു സം എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഇപ്പോഴും അങ്ങനെ എനിക്കത് ആ ഒരു കാരണം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നാറില്ല. ഓക്കെ, അത് ഇന്നല്ല മേ ബി കഴിഞ്ഞ ഒരു 5 വർഷമായി ഞാൻ അതിനെ എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഷുഡ് ബി സ്പെൻഡ് പീപ്പിൾ ടൈം ഫോർ ദിസ് പർപ്പസ്. അതായത് ഈ പർപ്പസ് ആയതുകൊണ്ട് മാത്രമായിരിക്കണം നിൻ്റെ ടൈം അവരിലേക്ക് കൊടുക്കേണ്ടതെന്നല്ലാതെ ഒരു അട്രാക്ഷൻ ബേസിസ് ആ ഒരു കാര്യം പോകരുത് എന്നൊരു ട്രെയിനിങ്, മെൻ്റൽ ട്രെയിനിങ് ആണ് ശരി. ഫിസിക്കൽ നമ്മൾ ചിന്തകളെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല. ഓക്കെ, അപ്പോൾ എന്നോട് ആരെങ്കിലും ബ്യൂട്ടിഫുൾ ആണോ ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തിയുടെ ബ്യൂട്ടി എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവരായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുമായിട്ട് സ്പെൻഡ്, അല്ലാണ്ട് ദൂരം നോക്കിയിട്ട് ഒരു വ്യക്തി ആൾ ബ്യൂട്ടിഫുൾ ആണോ ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയാം. അയാൾ ഇത്തിരി കറുത്തിട്ടാണ്, അല്ലെങ്കിൽ അയാൾ വെളുത്തിട്ടാണ്, അല്ലെങ്കിൽ അയാളെ ഫിസിക്കൽ ഇങ്ങനെയാണെന്നല്ലാതെ അത് ബ്യൂട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, എനിക്കത് ബ്യൂട്ടി അല്ല. ഓക്കെ, അതാണ് ബ്യൂട്ടി ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, വേണമെങ്കിൽ അവൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വ്യക്തിയുടെ കണ്ണ് ഇങ്ങനെയാണ്, മുടി ഇങ്ങനെയാണ്, ഇതാണ്, അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവർ വെളുത്തിട്ടാണ്, ഫെയർ സ്കിന്നാണ്, അല്ലെങ്കിൽ കറുത്തിട്ടാണ് എന്ന് പറയാമെന്നല്ലാതെ അത് ബ്യൂട്ടിയാണ് എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ മൈൻഡിൽ അത് ബ്യൂട്ടി അല്ല. അങ്ങനെ ഞാൻ ബ്യൂട്ടിയാണെന്ന് ഞാൻ കാണാറില്ല.